ഹലോ ഗൈസ്, അപ്പോൾ കുറച്ചാലയിൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇത് നമുക്കൊരു ഹോസ്റ്റൽ സ്പെഷ്യലായാലോ. അതായത് പ്രത്യേക സാഹചര്യങ്ങളിൽ തിന്നാനായിട്ട് ഫുഡൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ വലിയ വഴുതനങ്ങയാണ്. അത് നമുക്ക് തന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം, അപ്പോഴാണ് മസാല നന്നായി പിടിക്കുള്ളൂ. ഇതൊരു തട്ടിക്കൂട്ട് ഹോസ്റ്റലേഴ്സ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുറേ ഗംഭീര മസാലസൊന്നും നമുക്ക് വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കൊരു 3 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എരിവിനും നിങ്ങളുടെ മസാലയ്ക്ക് അനുസരിച്ചിട്ടാണ്. നമുക്കൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചും കൂടി മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ മസാല നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല്, ഗീയുടെ സ്മെല്ലും മസാലയുടെ സ്മെല്ലും ഒക്കെ കൂടെ നല്ലതാണ്. ഇനി നല്ലപോലെ നമ്മുടെ മസാല നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. പിന്നെ ഞാനിവിടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മിസ്സാക്കിപ്പോയി, അതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ നമുക്ക് മസാല എല്ലാതും ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 1/2 hour വയ്ക്കാം. ഇനി നമ്മുടെ ഫ്രൈയിങ് ടൈമാണ്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞതേ കുറച്ച് ഗാർണിഷൊക്കെ ചെയ്ത് കുറച്ച് ആർഭാടാക്കിയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.